ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് പല ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. മിക്ക ആൾക്കാർക്കും ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഡ്രൈ സ്കിൻ ഡെവലപ്പ് ചെയ്യാം. ഇനി ചില ആൾക്കാരിൽ പാരമ്പര്യമായിട്ട്, അതായത് ഹെറിഡിറ്ററി കോസസ് കൊണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ, അതായത് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ, ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലൊക്കെ ഡ്രൈ സ്കിൻ ഡെവലപ്പ് ചെയ്യും. ഇനി ചില ആൾക്കാരിൽ ഈ ഡ്രൈ സ്കിന്നോടൊപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വരണ്ട് പൊട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ഊസിങ് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇത് എക്സിമാറ്റസ് കണ്ടീഷൻസ് ആയിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡ്രൈ സ്കിന്നിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പരിധി വരെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നിനെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇതിന് മെയിനായിട്ടും നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്ന വാട്ടർ എപ്പോഴും ഒരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുളിക്കുന്ന ടൈം അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അധിക ടൈം നമ്മൾ വെള്ളവുമായിട്ട് കോൺടാക്റ്റ് വരാതെ ഒരു 5 to 10 minutes മാക്സിമം കോൺടാക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ബാത്ത് ടൈം ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ബാത്ത് ടൈമിൽ, കുളിക്കുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്സ്, അതുപോലെ തന്നെ ലൂഫാസ്, ചില ആൾക്കാർ അത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അതും ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കാനുള്ള ഒരു കാരണമാണ്. അപ്പം നമ്മൾ കഴിവതും സ്ക്രബ് ചെയ്യാതെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജെൻറ്റിൽ ടൈപ്പ് ഓഫ് ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്സ് യൂസ് ചെയ്ത് നമ്മൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു തിൻ ടവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഉപ്പിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ വിതിൻ 2 minutes എന്നാണ് നമ്മൾ സാധാരണ പറയാറ്, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം നമ്മൾ നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ക്രീം ബേസ്ഡ് ആണ് നമുക്ക് കൂടുതലും നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുക. ഇനി ചില ആൾക്കാരിൽ ഫേസിൽ ഓയിലിനെസ് കൂടുതലും, അതേസമയം ദേഹത്ത് കൂടുതലായിട്ടുള്ള ഡ്രൈ സ്കിന്ന് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഫേസിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും ദേഹത്ത് നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും യൂസ് ചെയ്യാനായിട്ട് പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ വരുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഡ്രൈ സ്കിൻ സാധിക്കും. പിന്നെ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് മോയ്സ്ചറൈസറിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഷിയ ബട്ടർ, അതുപോലെ തന്നെ സെറാമൈഡ്സ്, കൊളോയിഡൽ ഓട്ട്മീൽ, ഇതുപോലത്തെ കണ്ടൻസ് ഉള്ള മോയ്സ്ചറൈസർ കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിൽ കഴിവതും ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എത്ര ടൈംസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്തുമാത്രം ഉണ്ടെന്നനുസരിച്ചാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 times എങ്കിലും നമ്മൾ മോയ്സ്ചറൈസർ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഡ്രൈ സ്കിൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.